ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന ബീഫ് കറിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ്. ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മൾ ബീഫ് ഇതേ ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്കിനി ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് കഴുകാൻ വേണ്ടിയിട്ടാണ് ഉപ്പിടുന്നത്. അപ്പോൾ നമുക്കിതിലോട്ട് ആവശ്യത്തിന് ഉപ്പിടാം. ഇതിലോട്ട് കഴുകാൻ ആവശ്യമായ മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ആപ്പിൾ സിഡറിന് വിനാഗിരി ഒഴിച്ചെടുക്കാം. ഞങ്ങളിവിടെ ആപ്പിൾ സിഡറിന് വിനാഗിരിയാണ് എടുക്കുന്നത്. നമുക്ക് ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇത് കഴുകാനാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ കഴുകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഹെയർ അപ്പോൾ നന്നായിട്ട് കുഴച്ചെടുക്കണം കേട്ടോ അത്. അപ്പോൾ കുഴച്ചെടുത്തിട്ട് വേണം. അപ്പോൾ നമുക്കിത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ വെജിറ്റബിൾസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കറിവേപ്പില, മല്ലിയില, കുഞ്ഞുള്ളി, വെളുത്തുള്ളി, സവാള, തക്കാളി, ഇഞ്ചി, മുളക്, ഇത്ര സാധനം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം. അപ്പോൾ നമ്മളിത് ഇവിടെ ബീഫ് നല്ല രീതിക്ക് തന്നെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടാകൊണ്ടാണ് ഇത്ര കുറച്ച് മഞ്ഞ കളറിൽ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ സമയം ഒരു പാനിലോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഇത്രയും സംഭവങ്ങളിട്ട് നല്ല രീതിക്ക് തന്നെ ചൂടാക്കിയെടുക്കണം. കരിഞ്ഞു പോകാതെ വേണം കേട്ടോ ചൂടാക്കിയെടുക്കാൻ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി മുളക് പൊടി അതിൻ്റെ മേലിൽ ഒരു 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തിടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഒരു 2.5 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം. 2 സ്പൂണൊക്കെ മതി. 2 സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഫ്ലെയിം ഓണാക്കിയിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ ചൂടാവേണ്ട, ചൂടാക്കിയിട്ട് കരിഞ്ഞു വരുതെന്ന് അത്രേ ഉള്ളൂ. നല്ല രീതിക്ക് ചൂടാക്കിയെടുക്കണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നല്ല ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിന് തണുപ്പിക്കാൻ വേണ്ടി വെക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ അത് തണുക്കണ നേരം കൊണ്ട് നമ്മൾ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ കരകളിലോട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടിട്ട് നല്ല രീതിക്ക് അരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അരയിലാണെന്ന് വേണമെന്നില്ല, നിങ്ങൾക്ക് മിക്സിയിലിട്ടാണെങ്കിലും അരയ്ക്കാം. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് മുളകും കൂടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്തായാലും ഈ ഒരു ബീഫിലോട്ട് ഈ നമുക്ക് പരച്ച ഇത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് ഇനി സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ സവാള അത് കുറച്ച് ഇട്ട് വിടുന്നുള്ളൂ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സവാള മതി. ബീഫിന് കുറച്ച് സവാളയാണ് നല്ലത് കേട്ടോ. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില കുറച്ച് കൂടുതൽ നല്ലതാണ് കേട്ടോ. നല്ല മൊരിഞ്ഞതൊക്കെ ടേസ്റ്റ് കിട്ടും. പിന്നെ ഇത് ബീഫ് കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം പിന്നെ തക്കാളിയൊക്കെ 2-3 മതി, ഒരുപാട് ഇടണം നല്ലതല്ല. ഇതിലോട്ട് നമുക്ക് മറ്റേ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ആ ഒരു മിക്സ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ചൂടാക്കിയത് അത് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പ് മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് എന്താ പറയുക, ഓയിൽ ഒഴിച്ചെടുക്കണം. പക്ഷെ ഓയിൽ ഒഴിച്ചെടുക്കണ്ട, ഇതിലോട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും കേട്ടോ. അത് തന്നെയാണ് ഓയിൽ ഒഴിച്ചത്. സോ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഒഴിക്കണ്ട. പിന്നെ നമുക്കിതിലോട്ട് മീറ്റ് മസാലയാണ് ഇടുന്നത് കേട്ടോ. മീറ്റ് മസാല ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിതിലോട്ട് കുരുമുളക് പൊടിയും കൂടി ഇടണം കേട്ടോ. ഇതിനെ നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നല്ല രീതിക്ക് തന്നെ കുഴച്ചെടുക്കുന്നുണ്ട്. നമുക്ക് ആ മസാലയൊക്കെ ആ ചിക്കൻ ബീഫിൽ നല്ല രീതിക്ക് എന്താ പറയുക പിടിച്ചിങ്ങനെ വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പം നമ്മുടെ ബീഫ് ഇതിൽ ഒരു കുക്കറിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ കുക്കർ ഇത് അവിടെ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിന് ഫസ്റ്റ് വിസിലടിക്കുമ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇടണം കേട്ടോ. അപ്പോൾ നമുക്കിത് 15 to 20 മിനിറ്റ് വരെ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് ഇത് അരകല്ലിലോ അല്ലെങ്കിൽ മിക്സിയിലോ എന്താ പറയുക വെളുത്തുള്ളി, പിന്നെ കുഞ്ഞുള്ളി, പിന്നെ ഇഞ്ചി, ഇത്ര സംഭവങ്ങളിട്ട് നല്ല രീതിക്ക് അരച്ചെടുക്കാം. ഇങ്ങനെ അരച്ചു കൊടുക്കാം.
അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മളൊരു പ്ലേറ്റിലോട്ട് ഇങ്ങനെ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പ്ലേറ്റിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. ഇതിലോട്ടൊരു പാതി സവാള മുറിച്ചിട്ടുണ്ട്. തക്കാളിയും കൂടി നല്ല രീതിക്ക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളൊരു പാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ചൂടാക്കി എടുക്കാം പാൻ. അപ്പോൾ നമുക്ക് ഈ പാൻ നല്ല രീതിക്ക് ചൂടായി എടുക്കണം. അപ്പോൾ അതിനകത്തോട്ട് ഇനി നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. സാധാരണ ഓയിൽ മതി, സാധാരണ വെളിച്ചെണ്ണ തന്നെ മതി കേട്ടോ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ ഒരു 2 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 വേണ്ട 1 സ്പൂൺ മതി. ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രീതിക്ക് പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ചുമന്ന മുളക് ഇട്ട് കൊടുക്കാം. നല്ല പൊട്ടലുണ്ട്. പിന്നെ ഇതിലോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നേരത്തെ ഇട്ടിച്ച കറിവേപ്പിലയാണ്. പിന്നെ ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ച ആ ഒരു വെളുത്തുള്ളിയും എന്താ പറയുക ചെറിയ ഉള്ളിയൊക്കെ ഇല്ലേ, അതുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിക്ക് പിന്നെ ഇതിനകത്തോട്ട് സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഒരു സവാളയൊക്കെ നല്ല ബ്രൗൺ കളറാവണ വരെ നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതിലോട്ട് നമ്മൾ 2 സ്പൂൺ എന്താ പറയുക ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണായാലും കുഴപ്പമില്ല, 2 സ്പൂൺ കൃത്യമാണോ എനിക്കറിയത്തില്ല. സോ അപ്പോൾ നല്ല രീതിക്ക് ഞാൻ ഇളക്കി കൊടുക്കാം കേട്ടോ ഇത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല രീതിക്ക് തന്നെ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല രീതിക്ക് തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് നല്ല രീതിക്ക് ഇളക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പോൾ നമുക്കിത് തുറന്ന് നോക്കാം. നല്ല രീതിക്ക് തന്നെ വഴണ്ടിട്ടുണ്ട്. ഇത് നല്ല രീതിക്ക് ഒന്നും കൂടി ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലോട്ട് മീറ്റ് മസാല കുറച്ചും കൂടി ഇടണം. നമ്മൾ ആദ്യം ഇട്ടത് കുറച്ച് ഇട്ടിട്ടുള്ളൂ. അപ്പോൾ വഴറ്റുന്ന സമയത്ത് കുറച്ചും കൂടി മീറ്റ് മസാല ഇതിലോട്ട് ചേർക്കണം. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കാം. ഗരം മസാല വീട്ടിൽ പൊടിച്ചരിയും കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾ ഇട്ടേക്കുന്നത് പുറത്തുനിന്ന് മേടിച്ചാണ്, വീട്ടിൽ പൊടിച്ചത് ഇല്ലാത്ത കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് നല്ല മസാല വന്നിട്ടുണ്ട്. അപ്പോൾ പ്രഷർ നല്ല രീതിക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിന് നമ്മൾ വഴട്ടി വെച്ചേക്കുന്നതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബീഫ്. അപ്പോൾ ഇത് നമുക്കിനി ആ ഒരു വഴട്ടി വെച്ചേക്കുന്നതിലോട്ട് ഇടാം. അപ്പോൾ ഈ വഴട്ടി വെച്ച മിക്സിലോട്ട് നമുക്ക് നമ്മുടെ ബീഫ് ഇട്ട് കൊടുക്കാം. നല്ല അടിപൊളി നെയ്യുള്ള ബീഫാണ് കേട്ടോ. അപ്പം നമുക്കിതിന് മൊത്തം ബീഫും നമുക്ക് ഈ ഒരു മിക്സിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തീ ഓണാക്കി ഇട്ടിരുന്ന നല്ല രീതിക്ക് തിളക്കി നമുക്കിത് അടച്ചു വയ്ക്കാം. അപ്പം നല്ല രീതിക്ക് തിളച്ചു വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് മല്ലിയില ചേർക്കണം. ഞാൻ ആ മല്ലിയില ഇടുന്നുണ്ട്, വീഡിയോ എടുക്കാൻ ഞാൻ മറന്നു പോയിട്ടുണ്ടായിട്ടോ. ഇതിലോട്ട് മല്ലിയില ഇട്ടിട്ടുണ്ട് നമ്മൾ. അപ്പോൾ എന്താ പറയുക, ഇതിലോട്ട് കുറച്ചും കൂടി കറിവേപ്പില ഇട്ടാൽ നല്ലതായിരിക്കും. നമ്മളിപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. ആവശ്യം വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചുമ്മാ ഉള്ള കാരണം കൊണ്ട് തന്നെ ഞാൻ ഇടുന്നുണ്ട്. മല്ലിയില ഇട്ട വീഡിയോ ഉണ്ട് ഗൈസ്. ഇതേ അതിൻ്റെ സൈഡിലുള്ളതൊക്കെ മല്ലിയിലയാണ് കേട്ടോ. ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയപ്പോൾ കണ്ടില്ലായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. മല്ലിയിലയും എന്താ പറയുക കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിക്ക് എന്താ പറയുക വേവിച്ചെടുക്കാം കേട്ടോ. നല്ല വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പം നമ്മുടെ ഒരു പ്ലേറ്റിൽ ചോറും കറിയൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് എന്താ പറയുക നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ബീഫ് കറി എന്താ പറയുക ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ടേസ്റ്റ് നോക്കാം. നമ്മുടെ കയ്യിൽ ബീഫും ചോറും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.